വിഖ്യാതമായ പർവ്വത ശിഖരം. വാഗാം മുനിസിപ്പാലിറ്റിയിലാണ് ബെസഗൻ റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയോദ്യാനത്തിൽ നിലകൊള്ളുന്ന പർവ്വത ശിഖരം രാജ്യത്തെ ഏറ്റവും അധികം സന്ദർശിക്കപ്പെടുന്ന ഹൈക്കിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നുകൂടിയാണ്. ജോറ്റൻ ഹീമൻ മൗണ്ടൻസ് എന്ന പർവ്വത മേഖലയുടെ ഭാഗമാണ് ബെസഗൻ റിഡ്ജ്. നോർവേയിലെ വിശാലമായ പർവ്വത നിരയാണ് ജോറ്റൻ ഹീമൻ മൗണ്ടൻസ്. 3500 ചതുരശ്ര കിലോമീറ്ററിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. രാജ്യത്തെ ഏറ്റവും ഉയരമേറിയ 30ഓളം പർവ്വതങ്ങൾ ജോറ്റൻ ഹീമൻ മൗണ്ടൻസിന്റെ ഭാഗമാണ്. വാഗാം മുനിസിപ്പാലിറ്റിയിലെ ബീറ്റോസ്റ്റോളൻ ഗ്രാമത്തിന് 30 കിലോമീറ്റർ അകലെയാണ് ബെസഗൻ റിഡ്ജിന്റെ സ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്നും 1634 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ബെസ്വാറ്റിനെറ്റ്, ജെൻഡെ എന്നീ തടാകങ്ങൾക്കിടയിലായി റിഡ്ജ് നീണ്ടുകിടക്കുന്നു. ബെസഗൻ റിഡ്ജിനെ ചുറ്റി നിരവധി പർവ്വതങ്ങൾ കാണാം. വെസ്ഫെല്ലറ്റ്, ബെസ്ഹോ തുടങ്ങിയവയാണ് പ്രധാന പർവ്വതങ്ങൾ. ഹിമാനിജന്യമായ തടാകങ്ങളാണ് ബെസഗൻ റിഡ്ജ് മേഖലയിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 1373 മീറ്റർ ഉയരത്തിൽ ബെസ്വാറ്റിനെറ്റ് തടാകം സ്ഥിതി ചെയ്യുന്നു. 6 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വരെ വീതിയുമാണ് തടാകത്തിനുള്ളത്. 4.7 കിലോമീറ്റർ ആണ് വിസ്തൃതി. 102 മീറ്റർ വരെ ആഴമുള്ള ഭാഗങ്ങൾ തടാകത്തിനുണ്ട്. ബെസ്വാറ്റിനെറ്റ് തടാകത്തിന് 400 മീറ്റർ അകലെയാണ് ജെൻഡെ തടാകത്തിന്റെ സ്ഥാനം. ബെസ്വാറ്റിനെറ്റ് ഉൾപ്പെടെ മേഖലയിലെ മറ്റ് തടാകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജെൻഡെ തടാകത്തിലെ വെള്ളം പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. നേർത്ത പാറപ്പൊടിയുടെ സാന്നിധ്യമാണ് തടാകത്തിന്റെ പച്ച നിറത്തിന് കാരണം. ജോറ്റുൻ ഹീമൻ നാഷണൽ പാർക്കാണ് ബെസഗൻ റിഡ്ജ് ഉൾപ്പെടുന്ന ദേശീയോദ്യാനം. ജോറ്റുൻ ഹീമൻ പർവ്വത മേഖലയുടെ സംരക്ഷണത്തിനായി 1980-ലാണ് പാർക്ക് രൂപീകരിച്ചത്. 1151 ചതുരശ്ര കിലോമീറ്ററിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. സവിശേഷമായ ഭൂപ്രദേശങ്ങൾക്ക് പുറമെ വന്യജീവികളുടെ സാന്നിധ്യവും പാർക്കിലുണ്ട്. ബെസഗൻ റിഡ്ജിലെ ഹൈക്കിംഗ് പാതയിലൂടെ പ്രതിവർഷം 30,000-ഓളം ആളുകൾ യാത്ര ചെയ്യുന്നതായാണ് കണക്ക്. ജെൻഡേഷീം ലോഡ്ജിന് സമീപത്ത് നിന്നാണ് പാത ആരംഭിക്കുന്നത്. തുടർന്ന് വെസൽ ജെല്ലറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന പാത മെവരുബു ഹട്ടിന് സമീപം അവസാനിക്കുന്നു. അവിടെ നിന്നും ഫെറി സർവീസിനെ ആശ്രയിച്ചാണ് സഞ്ചാരികൾ മടങ്ങുക. 5 മുതൽ 7 മണിക്കൂർ വരെ സമയമെടുത്ത് പാതയിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കാനാകും. അനിയന്ത്രിതമായ ടൂറിസം ആക്ടിവിറ്റികൾ മേഖലയിൽ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നോർവേയിലെ പർവ്വത ശിഖരമാണ് ബെസഗൻ റിഡ്ജ്. തടാകങ്ങളടക്കം മനോഹരമായ മറ്റ് കാഴ്ചകളും ബെസഗൻ റിഡ്ജ് മേഖലയ്ക്ക് പ്രാധാന്യമേകുന്നു.